നമസ്കാരം, ജേക്കബ് ജോജൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി +1 ഇംഗ്ലീഷ് പാഠഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു ബയോഗ്രഫിയാണ് എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ്. അതിൻ്റെ സമ്മറിയെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ആ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ആ ടെക്സ്റ്റിന് ശേഷം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആക്ടിവിറ്റീസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലാത്തവരെ ഒക്കെ ജസ്റ്റ് നമ്മുടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്കാണ് പോകാം. ആക്ടിവിറ്റി 1, റൈറ്റിംഗ്. അറ്റംപ്റ്റ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഹോക്കിംഗ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. അതായത് ഒരു ചെറിയ പാരഗ്രാഫിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്തുക. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം, അതാദ്യം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആ പോയിൻറ്റ്സിനെ എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു പാരഗ്രാഫായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തെല്ലാമാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, കറേജ്, ഒപ്റ്റിമിസം ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ആർ ദ ബേസിക് ട്രേറ്റ്സ് ഓഫ് ഹോക്കിങ്സ് പേഴ്സണാലിറ്റി. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനത്തെ തോൽപ്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഹി ഹാസ് ബീൻ ലിവ്ലി, ബാഡ് ആൻഡ് അഡാപ്റ്റബിൾ. വളരെ ലൈവായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു, വളരെ ഉത്സാഹിയായിട്ടുള്ള പേഴ്സണായിരുന്നു. ഏതു കാലാവസ്ഥയിലും വളരെ അഡാപ്റ്റീവായിട്ടുള്ള, ഏത് പ്രതികൂല അഡ്വേഴ്സ് സിറ്റുവേഷനിലും വളരെ അഡാപ്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണുമായിരുന്നു ഈ സ്റ്റീഫൻ ഹോക്കിങ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എല്ലാം ഇഗ്നോർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും അവരുടെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഇഗ്നോർ ചെയ്ത് ആ ഫിസിക്കൽ ഡിസബിലിറ്റീനെ കീഴ്പ്പെടുത്തി ജീവിതത്തിൽ വിജയം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്. മറ്റുള്ളവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ അസസ്മെൻറ്റ് നടത്താം. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമുക്ക് വളരെ മനോഹരമായ ഒരു ഷോർട്ട് പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, ഇറ്റ് ഈസ് എ ടൈം ലൈൻ. ടൈം ലൈൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അദ്ദേഹം ജനിച്ച വർഷം മുതൽ മരിക്കുന്ന വർഷം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ടൈം ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാത്താലോ? സ്റ്റീഫൻ ഹോക്കിങ്ങിന് വളരെ രസകരമായിരിക്കും അല്ലേ? ലിസ്റ്റ് ദ ഫാക്ട്സ് യു ഹാവ് ലേൺഡ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ഇൻ ദ ടൈം ലൈൻ ഗിവൻ ബിലോ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫ് ലൈനും, ഒരു കൃത്യമായ ലൈഫ് ലൈൻ നമുക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വർഷങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് 1942, 1942 അദ്ദേഹത്തിൻ്റെ ബർത്ത്, അദ്ദേഹം ജനിച്ച വർഷമാണ്. അതിനുശേഷം 1950 അദ്ദേഹം സ്കൂളിൽ ചേർന്നു. 1959 ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നമ്മളോട് പൂരിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1942 മാത്രമാണ് ബർത്ത്, അത്രയും കാര്യം മാത്രമാണ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് 2 വർഷവും കൂടി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. ഓക്കെ, 1963 ഈ കോൺട്രാക്റ്റഡ് ഇൽനസ്. അതുപോലെ തന്നെ ഈ 1965 ഈ റിസീവ്ഡ് ഫെലോഷിപ്പ് അറ്റ് കാസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാരേജും 1965 കഴിഞ്ഞു. ദെൻ 1980 ഹി പ്ലാൻ ടു റൈറ്റ് എ ബുക്ക്. In 1984 he completed the first draft of his book. Okay, അതിനുശേഷം 2005 released the abridged version of A Brief History of Time. സോ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ടൈം ലൈനായിട്ട് നമുക്ക് എഴുതാം. അതായത് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിൽ ഓരോ വർഷവും അദ്ദേഹം ജനിച്ച അന്ന് മുതൽ ഓരോ വർഷവും
കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതുന്നതിനെയാണ് സാധാരണ ടൈം ലൈൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്താണ്? നൗ ലുക്ക് അറ്റ് ദ ലിസ്റ്റ് യു ഹാവ് മെയ്ഡ്. വാട്ട് ഫാക്ട്സ് ഡു ദ റീഡേഴ്സ് എക്സ്പെക്ട് ഇൻ എ പ്രൊഫൈൽ? ഓക്കെ, നമുക്ക് ഈ ടൈം ലൈനെ ഒരു പ്രൊഫൈലായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഇത് വളരെ കൃത്യമായ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടല്ലേ നമ്മളൊരു വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാം. അപ്പോൾ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം? ആദ്യം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ പേരൻസ്, ഫാമിലി, ദെൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ്, ദെൻ ഹയർ എഡ്യൂക്കേഷൻ, ദെൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദെൻ മാരേജ്, ചിൽഡ്രൻ, എക്സെട്ര. ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാട്ട് ആർ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഹിസ് ലൈഫ്. ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്കൊരാളുടെ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ, അദ്ദേഹത്തിൻ്റെ ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് നമ്മൾ എഴുതി. ദെൻ അദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്തു കൃത്യമായിട്ടൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാമല്ലോ, വളരെ രസകരമായിട്ട്, വളരെ എളുപ്പത്തിൽ. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല. ഓക്കെ, നൗ യു ട്രൈ ടു പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 3, ഇൻ്റർവ്യൂ. ഇനി നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ ഇൻ്റർവ്യൂ ഓഫ് സ്റ്റീഫൻ ഹോക്കിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. ഷീ ഇൻ്റർവ്യൂസ് ഹിം ടു കളക്ട് ഡീറ്റെയിൽസ് ഫോർ ഹിസ് ബയോഗ്രഫി. ഫൈൻഡ് ഔട്ട് Stephen's responses from the profile and complete the interview. So ഇവിടെ കിറ്റി ഗെയിൽ ഫെർഗൂസൺ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഒരു ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം ആ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബയോഗ്രഫി പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് എന്ന് വെക്കുക. ഇവിടെ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങും കിറ്റി ഗെയിൽ ഫെർഗൂസനും തമ്മിലാണ്. ഇവിടെ ഇൻ്റർവ്യൂവർ എന്ന് പറയുന്നത് കിറ്റി ഗെയിൽ ഫെർഗൂസനും ഇൻ്റർവ്യൂവി എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങുമാണ്. ഇവിടെ കിറ്റി ഗെയിൽ ഫെർഗൂസൺ ചോദിക്കുന്നതായിട്ട് 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം സ്റ്റീഫൻ ഹോക്കിങ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം കിറ്റി ഗെയിൽ ഫെർഗൂസൺ ചോദിക്കുന്നതാണ്. ഉത്തരം സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നതായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാ ഇതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കി ആൻസർ കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം എന്നേ ഉള്ളൂ. ഓക്കെ, അത് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നതായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ആദ്യത്തെ, ഷോർട്ട്ലി ആഫ്റ്റർ യുവർ 21st ബർത്ത്ഡേ യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്ഡ് ദാറ്റ് യു ഹാഡ് amyotrophic lateral sclerosis, a rare disease for which there is no known cure. How did you react to the diagnosis? How did you manage to cope with this situation? Okay, this is the question. ഇത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിക്കുന്നതാണ്. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നോക്കിയതിന് ശേഷം അതിൻ്റെ ആൻസർ ഇങ്ങോട്ട് എടുത്തെഴുതണം. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 അവസാനത്തെ പാരഗ്രാഫ്, മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വർ റാദർ കൺഫ്യൂസ്ഡ്. ഐ അഡ്മിറ്റ് ഹി അഡ്മിറ്റഡ് എന്ന് പറയേണ്ട, കൺഫ്യൂസ്ഡ് എന്ന് പറയുക. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീംഡ് ദാറ്റ് I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിങ്ങനെ ഇങ്ങ് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നവരുണ്ട്. ആൻഡ് ദ റിക്കറിംഗ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. ആഫ്റ്റർ ഓൾ ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർത്തിയാകുന്നത്. ഓക്കെ, ഇപ്പോൾ സംഭവം മനസ്സിലായില്ല. അതായത് ഇൻ്റർവ്യൂ നടത്തുന്ന കിറ്റി ഗെയിൽ ഫെർഗൂസനാണ്, സ്റ്റീഫൻ ഹോക്കിങ് മറുപടി പറയുകയാണ്. ഓക്കെ, കിറ്റി ഗെയിൽ ഫെർഗൂസിൻ്റെ ആദ്യത്തെ ചോദ്യം സ്റ്റീഫൻ ഹോക്കിങ് മറുപടി പറയും. പിന്നെ മറുപടി നിങ്ങളാരും പ്രിപ്പയർ ചെയ്യേണ്ട, ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മറുപടി ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആ മറുപടി കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് മേഡ് യു തിങ്ക് ദാറ്റ് ലൈഫ് വാസ് പ്രഷ്യസ്? Can you recollect any particular instance in your life that has become crucial? Okay, അതിൻ്റെ ആൻസർ എവിടെയാണെന്ന് നോക്കാം.
അതിൻ്റെ ആൻസർ പേജ് നമ്പർ 21 സെക്കൻഡ് പാരഗ്രാഫ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫ്. ദ ഡോക്ടേഴ്സ് ദേ സൂൺ ഇൻഫോംഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളത് ചെറിയൊരു ചേഞ്ച് വരുത്തണം. ദ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ദ ഡോക്ടേഴ്സ് സൂൺ ഇൻഫോംഡ് മീ ദാറ്റ് ഐ ഹാഡ് ഓൺലി about 2 more years to live. ഈ 2 കൊല്ലം കൂടി ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. Total disability and death, though still a not too distant certainty, were postponed. I had a precarious and a temporary one, but life was precious, I understood. Okay, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് യു റോട്ട് എ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഈസ് ഇറ്റ് ദാറ്റ് സോ? ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? യെസ്, ഇറ്റ്സ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താലും മതിയാവും, ഇങ്ങോട്ട് എഴുതണം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Now prepare a set of questions and conduct an interview with a person who has become successful in any field in your locality. You can identify people who became successful in any walk of life, such as farming, entrepreneurship, the civil services, competitive examinations, etc. ഓക്കെ, ഇനി നിങ്ങളോടൊരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരുമായിട്ടാണ്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തി. അയാളൊരു ഫാമർ ആവാം, ഒരു ഓൺടർപ്രണർ ആവാം, ഒരു സിവിൽ സർവൻ്റ് ആവാം, ഇനി ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വിൻ ചെയ്ത വ്യക്തിയാവാം, ആരുമായിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ആവാം, അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബർ ആവാം, എനിബഡി യു ക്യാൻ സെലക്ട്. അപ്പം അയാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണം. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാട്ട് ഈസ് യുവർ നെയിം, ഹൂ ആർ യു, വേർ ആർ യു, വേർ ഈസ് യുവർ ഹോം, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും യാതൊരു കാരണവശാലും ചോദിക്കരുത്. നമ്മളിപ്പോൾ ആദ്യം ഒരു 3 ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ, അതുപോലെ നല്ല മനോഹരമായ കാമ്പും കഴമ്പുമുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം അതിന് ആൻസർ ഒരു സെൻറ്റൻസിൽ യെസ് ഓർ നോ അങ്ങനത്തെ ആൻസേഴ്സ് ആയിരിക്കരുത്. നമ്മൾ ആദ്യം കണ്ടു ആൻസേഴ്സ് തന്നെ ഒരു പാരഗ്രാഫിനകത്ത് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു 5 ക്വസ്റ്റ്യനും 5 ആൻസറും. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ 5 ചോദ്യവും 5 ഉത്തരവും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് വി മൂവ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, activity for profile. Using the response you received from the person you interviewed, prepare his or her profile. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിനെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയിൽ നിന്ന് അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്തു. അയാളുടെ ജനിച്ച വർഷം, അയാളുടെ സ്കൂളിങ്, ഹയർ എഡ്യൂക്കേഷൻ, ഫാമിലി, ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്തു. അപ്പം ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ആദ്യമേ പറഞ്ഞു എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. നമ്മളതെല്ലാം പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. അപ്പം ബേസ്ഡ് ഓൺ ഓർ ടേക്ക് ഇറ്റ് ആസ് എ മോഡൽ, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ദ പേഴ്സൺ യു ആർ ഇൻ്റർവ്യൂഡ്. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി സ്പീച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തു തോന്നുന്നു. ഓക്കെ, നമുക്ക് നമ്മൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ചാപ്റ്ററിലൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തായിരുന്നു. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോക്കാം. Read the following statements from the profile of Stephen Hawking. Shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things I could do. Can you find out similar incidents that happened in the lives of other great people such as Helen Keller, Wilma Rudolph,
Valentina Tereshkova, etc. Prepare a short speech on any one of them so as to deliver it before the school assembly. ഓക്കെ, നിങ്ങൾ വീണ്ടും ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. അതായത് സ്കൂൾ അസംബ്ലിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന ഒരു സ്പീച്ച്. ആരുടെയൊക്കെ നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫും ഹിസ്റ്ററിയും നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ശക്തരായ വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഹെലൻ കെല്ലർ, വിൽമ റുഡോൾഫ്, വാലന്റീന ടെറഷ്കോവ എക്സെട്ര. അവരെല്ലാം പല രീതിയിൽ അവരുടേതായ മേഖലകളിൽ പ്രശസ്തരായവരാണ്. അപ്പം ഈ 3 വ്യക്തികളിൽ ആരെയും ഒരാളെ വെച്ചിട്ട് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത ആ സ്പീച്ച് നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ പറയുക. സ്കൂൾ അസംബ്ലിയിൽ ഒരു സ്പീച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, മൈ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഹെലൻ കെല്ലറിനെ കുറിച്ചോ വാലന്റീന ടെറഷ്കോവയെ കുറിച്ചോ അല്ലെങ്കിൽ വിൽമ റുഡോൾഫ് ആരെക്കുറിച്ചോ വേണമെങ്കിലും നമുക്ക് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവിറ്റി 6 ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. Now conduct a group discussion on the topic adversities in life should make you better, not bitter. So ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷനിലെ ടോപ്പിക്ക് തന്നിട്ടുണ്ട്. എന്താണ് ടോപ്പിക്? അഡ്വേഴ്സിറ്റീസ് ഇൻ ലൈഫ് ഷുഡ് മേക്ക് യു ബെറ്റർ, നോട്ട് ബെറ്റർ. അഡ്വേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നമ്മൾ നേരിടുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ വലിയ അല്ലെങ്കിൽ ഒരു മഹത്തായ വ്യക്തിയാക്കി മാറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഷുഡ് മേക്ക് യു ബെറ്റർ, നോട്ട് ബിറ്റർ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും വെല്ലുവിളികളും നിങ്ങളെ മഹത്തായ ഒരു വ്യക്തി ആക്കി മാറ്റും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ദ ടോപ്പിക് ഓഫ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി നമുക്ക് ടിപ്സിലേക്ക് വരാം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്നും ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ദ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ കോംപ്രിഹെൻസീവ് ടൂൾ ഫോർ അസസിങ് എ കാൻഡിഡേറ്റ്സ് പേഴ്സണാലിറ്റി. അതായത് ഒരു കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ടൂൾ ആയിട്ടാണ് ഇന്ന് പലപ്പോഴും ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉപയോഗിക്കപ്പെടുന്നത്. മോസ്റ്റ് ഓർഗനൈസേഷൻസ് ടുഡേ ആർ വെരി ക്ലിയർ അബൌട്ട് സ്കിൽസ് ആൻഡ് നോളജ് ദാറ്റ് ദേ ലുക്ക് ഫോർ ഇൻ എ കാൻഡിഡേറ്റ് വൈൽ സ്ക്രീനിങ്. The GD has become a part of the selection process for admission to any reputed institutions. So ഇപ്പോൾ നിങ്ങൾ ഏത് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് ചെന്നാലും ആസ് എ സ്റ്റുഡൻറ്റ് ഓർ ആസ് എ ജോബ് സീക്കർ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു സ്റ്റേജിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെ പെരുമാറണം എന്ന് നമുക്കിനി നോക്കാം. ഹൗ ഗുഡ് യു ആർ അറ്റ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ എത്ര മികച്ചതാണ് എന്ന് അവർ പരിശോധിക്കും. ഹൗ യു ബിഹേവ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത്. ഹൗ ഓപ്പൺ മൈൻഡഡ് യു ആർ. നിങ്ങൾ എത്ര തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യുവർ ലിസണിങ് സ്കിൽ. നിങ്ങളുടെ ലിസണിങ് സ്കിൽ അത് അസസ് ചെയ്യും. ദ വേ യു പ്രസൻറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. യുവർ ലീഡർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അവർ പരിശോധിക്കും. യുവർ നോളജ് ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് എബിലിറ്റി ടു അനലൈസ്. അതായത് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ അറിവും അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവും അവരിവിടെ വിശകലനം ചെയ്യാനുള്ള കഴിവും ഇവിടെ പരിശോധിക്കപ്പെടും. പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ. അതായത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചിന്തിച്ച് അതിൽ നിന്നൊരു ഉത്തരം കണ്ടെത്താനുമുള്ള നിങ്ങളുടെ കഴിവിനെ അവർ നിങ്ങളുടെ കഴിവ് അവിടെ പരിശോധിക്കപ്പെടും. യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് കോൺഫിഡൻസ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും ഇവിടെ ചെക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം ഈ പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനോ മാർക്ക് നേടാനോ സാധിക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? ഇവിടുത്തെ ടോപ്പിക്ക് തന്നിരിക്കുന്ന അഡ്വേഴ്സിറ്റീസ് ഇൻ ലൈഫ് ഷുഡ് മേക്ക് യു ബെറ്റർ, നോട്ട് ബിറ്റർ. ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 4 ഇമാജിനറി കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ,
ആ 4 ഇമാജിനറി കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് വേണം നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. മിനിമം 4 കാൻഡിഡേറ്റ്സ്, ഇമാജിനറി കാൻഡിഡേറ്റ്സ് എങ്കിലും വേണം. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് 1, കാൻഡിഡേറ്റ് 2, കാൻഡിഡേറ്റ് 3, കാൻഡിഡേറ്റ് 4 എന്ന് നമ്പർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് 1 തന്നെ ആയിക്കോട്ടെ, ഈ ടോപ്പിക്ക് പറയുന്നു that visiting in life should make you better, not bitter is the topic for our GD എന്ന് പറയുക. അതിനുശേഷം കാൻഡിഡേറ്റ് 1 അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം കാൻഡിഡേറ്റ് 2, കാൻഡിഡേറ്റ് 3, കാൻഡിഡേറ്റ് 4 അങ്ങനെ 4 പേരും അവരവരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം 4ാമത് സംസാരിക്കുന്നയാൾ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്ത് എല്ലാ ആളുകളും പറഞ്ഞ പോയിട്ടും ഒക്കെ പറഞ്ഞ് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ഇനി ഒരു കാര്യം കൂടെ, ഒരു കാൻഡിഡേറ്റ് ഒരു തവണ മാത്രമല്ല ഒന്നിലേറെ തവണ സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഒരാൾ ഒരു തവണ മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കേണ്ട. ഒരു കാൻഡിഡേറ്റിന് ഒന്നിലധികം തവണ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പങ്കെടുക്കാം. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ആക്ടിവിറ്റി 7, ദാറ്റ് ഈസ് കൊഹസീവ് ഡിവൈസസ്. ഓക്കെ, ഇനി എന്താണ് കൊഹസീവ് ഡിവൈസസ്? അല്ലെങ്കിൽ നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് കൊഹസീവ് ഡിവൈസസ്? ഓക്കെ, നമുക്കിനി കൊഹസീവ് ഡിവൈസ് എന്താണെന്ന് നോക്കാം. Cohesive devices are sometimes called linking words, connectors, discourse markers or transitional verbs. അതായത് എന്താണ്? cohesive devices are sometimes called linking words, connectors, discourse markers or transitional words. അതായത് രണ്ട് ഫ്രേസസിനെ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസസിനെ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ക്ലോസസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ വേർബ്സിനെയാണ് സാധാരണ കൊഹസീവ് ഡിവൈസസ് എന്ന് പറയുക. ഓക്കെ, cohesive devices are words or phrases that show the relationship between paragraphs or sections of a text or speech. അതായത് cohesive devices ഉപയോഗിച്ച് രണ്ട് ക്ലോസസ് തമ്മിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കണക്ടർ ഓർ എ ലിങ്കിങ് വേർഡ് ഓർ എ കണക്റ്റിംഗ് വേർഡ് ടു കണക്ട് ടു സെൻറ്റൻസസ്, ടു ക്ലോസസ് എക്സെട്ര എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കൊഹസീവ് ഡിവൈസ് വെച്ചിട്ട് രണ്ട് സെൻറ്റൻസസ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഫ്രേസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് കൊഹസീവ് ഡിവൈസ് ഇനി എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ധാരാളം കൊഹസീവ് ഡിവൈസസ് ഉണ്ട്. അതിൽ റീസൺ, കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ കാരണം പറയാൻ വേണ്ടിയിട്ടുള്ള കൊഹസീവ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിക്കോസ് ഓഫ്, ആസ്, സിൻസ്, ഡ്യൂ ടു, ഓവിങ് ടു, ഫോർ, ഇത്തരം കൊഹസീവ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാരണവും അതിൻ്റെ എഫക്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, റീസൺ, കോസ് ആൻഡ് എഫക്റ്റ് മുതലായവ പറയാൻ പറ്റും. ഓക്കെ, ഇനി റിസൾട്ട്. സോ ആസ് എ റിസൾട്ട്, therefore, consequently, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then purpose, in order to, so that, so as to, etc. Then contrast or qualify, even though, but, however, while, nevertheless, yet, although, in spite of, despite, though, whereas, still, etc. Then contradicting, on the contrary, even so, etc. Then adding, and, to, moreover, also, furthermore, in addition to, besides. Then illustrating, for instance, for example, in particular, etc. Then comparing, similarly, in the same way, likewise, like, equally, etc. Then generalizing, on the whole, in some cases, in general, in all, many, most, broadly speaking, etc. Then sequencing, structuring, firstly, secondly, lastly, etc. First of all, finally, to begin with, to start with, meanwhile, then, after, subsequent. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് കൊഹസീവ് ഡിവൈസസ് ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസസ് അല്ലെങ്കിൽ രണ്ട് ഫ്രേസസ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. അതായത് ഓരോ പർപ്പസിനും ഓരോ കൊഹസീവ് ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ റീസൺ, കോസ് ആൻഡ് എഫക്റ്റ് അതിന് നമ്മളൊരു കുറച്ച് നമ്പർ ഓഫ് കൊഹസീവ് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിസൾട്ട് പറയാൻ വേണ്ടി നമ്മളൊരു നമ്പർ ഓഫ് കൊഹസീവ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്.
അതുപോലെ ഒരു പർപ്പസ് പറയാനായിട്ട് നമ്മൾ നമ്പർ ഓഫ് പർട്ടിക്കുലർ കോസീവ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനായിട്ട്, ഒന്നിനോടൊന്ന് കൂട്ടാനായിട്ട് നമ്മൾ നമ്പർ ഓഫ് പർട്ടിക്കുലർ ഡിവൈസസ് ആണ്, കോസീവ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കോസീവ് ഡിവൈസ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ആ സെൻറ്റൻസസ് തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഫ്രേസസ് തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ക്ലോസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലെറ്റ്സ് പ്രാക്ടീസ്. Choose the correct cohesive devices from the box given to complete the sentence. Each one is to be used only once. ഇവിടെ ഏകദേശം ഒരു 10 കോസീവ് ഡിവൈസസോളം തന്നിട്ടുണ്ട്. ഇനി ഇവിടെ 10 സെൻറ്റൻസും തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസ് വായിച്ചിട്ട് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള കോസീവ് ഡിവൈസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, I had a terrible day at work and lost my umbrella too. Dash, I spoke to that nice guy who works in the coffee shop. So, at last I spoke to that nice guy who works in the coffee shop. അവിടെ വരുന്ന at last ആണ്. ഓക്കെ, ഇനി രണ്ടാമത്. Television turns people into lazy couch potatoes. There are some educational programs on. സോ രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? സെക്കൻഡ് കേസിൽ ഓൺ ദ അതർ ഹാൻഡ്. ഇവിടെ ഒരു കോൺട്രറി ആണ്, ഒരു കോൺട്രഡിക്റ്റിംഗ് റിലേഷൻഷിപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൺ ദ അതർ ഹാൻഡ്. ദെൻ തേർഡ്, Dash, I would like to welcome you all to the conference today. മൂന്നാമത്തെ നമ്മൾ ഫസ്റ്റ്ലി, ഇവിടെ ഒരു സ്ട്രക്ചറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്ലി I would like to welcome you all to the conference today. Then നാലാമത്തെ, Dash, the film was a little boring. We still had a nice evening out. നാലാമത്തെ ദോ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയാണ് നോക്കട്ടെ. കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫയിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആണ്. Though I would like to welcome, though the film was a little boring, we still had a nice evening out. ഇനി അഞ്ചാമത്തെ നോക്കാം. I have always known Caroline as a miser. Dash, she lent me 100 rupees yesterday without my having to ask twice. ഇവിടെ നമുക്ക് എന്താ നോക്കാം. അഞ്ചാമത്തെ however, അവിടെ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് എങ്കിൽ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി 6, I got up at 9 o'clock yesterday and had a cold shower. Dash, I had breakfast and left to work. ആറാമത്തതിൻ്റെ ആൻസർ then I had a breakfast and left to work. ഇതൊരു റിസൾട്ട് കാണിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസിക്വൻ്റ്ലി എന്ത് സംഭവിച്ചു, ഒരു സീരീസ് ആയിട്ടുള്ള ജോലികളെ കാണിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏഴാമത്തെ, my brother works in a large office. Dash, I work on my own at home. ഏഴാമത്തെ whereas, അവിടെ ഒരു കോൺട്രാസ്റ്റ് ആണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Then 8, why do you think I don't want to go out tonight? Dash, I would be delighted to get out of the house. 8, actually. Then 9, you should participate in the school youth festival as it gives you a chance to meet many people. Dash, it gives you an opportunity to showcase your talents. ബിസൈഡ്സ് ആഡിങ് ആണ്, അതായത് ഒരു കാര്യം ചെയ്തു അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ 10th one, ലാസ്റ്റ് വൺ, I don't want to go to a football game. ഞാൻ ഫുട്ബോൾ ഗെയിമിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Football bores me and I don't want to pay ₹40 for a ticket. Dash, look at the weather, all that rain. Moreover, ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്, ആഡിങ് ആണ് വന്നിരിക്കുന്നത്. Moreover ആണ് ഇവിടെ വരുന്ന പോസിറ്റീവ് വേസ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 8, ഇറ്റ് ഈസ് കൊളോക്കേഷൻ. എന്താണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്? കൊളോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്താണ്, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് വേർഡ്സ്. ഒരു സീക്വൻസ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ കൊളോക്കേഷൻ എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് വേർഡ്സ് ഓർ ടേംസ് ദാറ്റ് co-occur more often than would be expected by chance. അതായത് ഡെലിബറേറ്റ് ആയിട്ട് ചില വേർഡ്സ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അർത്ഥം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വാക്കുകൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ബൈ ചാൻസോ ആക്സിഡൻ്റലായിട്ടോ സംഭവിക്കുന്നതല്ല, നമ്മൾ മനഃപൂർവ്വം ചില വാക്കുകൾ അങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണ് എങ്കിലാണ് ആ ഡിസൈർഡ് മീനിങ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്തരം സീരീസ് ഓഫ് വേർഡ്സിനെ ആണ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ കൊളോക്കേഷൻ എന്ന് പറയുന്നത്. They are partly or fully fixed expressions that become established through repeated
കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് യൂസ്. ഇനി ആ ഒരു കൊളോക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് വേർഡ്സ് റിപ്പീറ്റഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് യൂസിലൂടെ അത് സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കുകയാണ്. അതായത് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു സീക്വൻസ് ഓഫ് വേർഡ്സ് ആണ് അല്ലെങ്കിൽ സീരീസ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു സെയിം കോണ്ടെക്സ്റ്റ് എവിടെ ഉണ്ടായാലും ആളുകൾ ആ ഒരു സീരീസ് ഓഫ് വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് അതൊരു സംസാര രീതിയായി മാറുന്നു. അത്തരം സീരീസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ അത്തരം സീക്വൻസ് ഓഫ് വേർഡ്സിനെയാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Stephen Hawking has overcome his crippling disease to become the supernova of world physics. So അവിടെ ക്രിപ്ലിംഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മതി, എങ്കിലും നമ്മൾ ക്രിപ്ലിംഗ് ഡിസീസ് എന്ന് പറയുന്നത് അതൊരു കൊളോക്കേഷനാണ്. ഇനി ഇവിടെ കുറച്ച് കൊളോക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സെൻറ്റൻസസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കറക്റ്റ് കൊളോക്കേഷൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ കൊളോക്കേഷൻ ഒരു ചെറിയ ഡെഫിനേഷൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൊളോക്കേഷൻ ഈസ് ദ വേ ഇൻ വിച്ച് സം വേർഡ്സ് ആർ യൂസ്. ചില വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടുഗദർ ഓർ ഇൻ കോമ്പിനേഷൻ. കമ്മിറ്റ് എ ക്രൈം ഈസ് എ സ്റ്റാൻഡേർഡ് കൊളോക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. കമ്മിറ്റ് എ ക്രൈം, ഹി ഡിഡ് എ ക്രൈം എന്ന് പറയുക, ഇംഗ്ലീഷിലപ്പോൾ ഹി കമ്മിറ്റ് എ ക്രൈം എന്ന് പറയുക. അതായത് അപ്പം എപ്പോഴും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും കമ്മിറ്റ് എ ക്രൈം, ഐ കമ്മിറ്റഡ് എ ക്രൈം, ഹി കമ്മിറ്റഡ് എ ക്രൈം, അല്ലെങ്കിൽ ഐ കമ്മിറ്റ് എ ക്രൈം, ഐ ഡിഡ് എ ക്രൈം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. സോ കമ്മിറ്റ് എ ക്രൈം അത് റിപ്പീറ്റഡ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് യൂസിലൂടെയാണ് അത് ഒരു ശൈലിയായി മാറിയത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കൊളോക്കേഷൻ എന്താണെന്ന്. ഇനി ക്രൗണിങ് അച്ചീവ്മെൻറ്റ്, ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ്, മെയ്ഡ് എ ബ്രേക്ക് ത്രൂ, brilliant success, enjoy the fruits of hard work, brought out the best, won the respect of remarkable achievements. കുറച്ച് കൊളോക്കേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ സെൻറ്റൻസസും വായിച്ചിട്ട് കറക്റ്റായിട്ട് ഏതെല്ലാം കൊളോക്കേഷനാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. Arun's teacher is talking about his merit and achievement to his parents while giving the end of term report. Imagine that the teacher would say, complete the sentences using suitable collocations from those given in the box above. ഓക്കെ, ഇനി ആദ്യത്തെ നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, അരുൺ ഹാസ് ഡാഷ് ഇൻ മാത്സ് ദിസ് ഇയർ, ഡൂയിങ് എക്സലൻറ്റ് വർക്ക് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. ആദ്യത്തെ ഏതാണ്? ഹി മെയ്ഡ് എ ബ്രേക്ക് ത്രൂ ഇൻ മാത്സ്. നമ്മൾ ഒരിക്കലും ഹി മെയ്ഡ് എ ബ്രേക്ക് ത്രൂ എന്നാണ് പറയുള്ളൂ, അല്ലാതെ വേറെ രീതിയിൽ നമ്മൾ പറയല. അത് തന്നെയാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ ബ്രില്യൻറ്റ് സക്സസ് ഓൺ ഹിസ് പാർട്ട്. ദിസ് ഇയർ has seen a dash in Arun's English, dramatic improvement in Arun's English. His dash is his performance in the school staging of Othello, his crowning achievement. He has found some effective ways of working with natural materials this year, and his self-portrait is a remarkable achievement. Then he is now able to dash. He is now able to enjoy the fruits. Playing for the school cricket team has certainly won the respect in him. Certainly brought out the best in him, and he rightly won the respect of all his teammates. ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. ഓക്കെ, കൊളോക്കേഷൻ എന്താണെന്ന്, കോസീവ് ഡിവൈസസ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ഇതെല്ലാം ഈ ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ നോട്ടിലേക്ക് പ്രിപ്പയർ ചെയ്യണം, സ്പീച്ച് നിങ്ങൾ നോട്ടിലേക്ക് പ്രിപ്പയർ ചെയ്യണം, പ്രൊഫൈൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ഇൻ്റർവ്യൂ നിങ്ങൾ നോട്ടിലേക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please do subscribe my channel and watch and share my videos with your friends. Thank you very much. Okay.